I want to see the sky. എനിക്ക് ആകാശം കാണണം എന്ന് പറഞ്ഞപ്പോൾ സംഭവം ഓപ്പണായി. അടിപൊളി. MG മോറിസ് ഗ്യാരേജസ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വണ്ടിപ്രേമികൾക്കിടയിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന അത്രയധികം സാധാരണക്കാർക്കിടയിലേക്ക് വലിയൊരു ചർച്ച വരാത്ത ഒരു കാറിൻ്റെ കമ്പനിയാണ് MG. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് കേരളത്തിൽ ഭയങ്കരമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. MG വീണ്ടും തിരിച്ചു വരുന്നു എന്ന്. ആദ്യകാലങ്ങളിൽ, അതായത് വാഹനത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്ന അല്ലെങ്കിൽ വാഹനം ഇത്രയധികം ഒരു പ്രിയതാരമാവുന്ന കാലഘട്ടങ്ങളിൽ തന്നെ വാഹന നിർമ്മാണ മേഖലയിലേക്ക് കടന്നു വന്നിരുന്ന ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് ശരിക്കും MG എന്ന് പറയുന്നത്. പക്ഷേ തുടർച്ചയായി ഒരുപാട് കാറുകൾ ഇറക്കിയിട്ട് ഒരു നിശ്ചിത സമയത്തേക്ക് ഫീൽഡിൽ നിന്ന് കുറച്ചു കാലം മാറി നിൽക്കുകയാണ് ശരിക്കും MG ചെയ്തത്. 2019 കൂടുതൽ ശക്തി ആർജിച്ച് മോറിസ് ഗ്യാരേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ MG എന്ന് പറയുന്ന കമ്പനി ഒരു കിടിലൻ മത്സരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ആ മത്സരത്തിൻ്റെ പേരാണ് MG ഹെക്ടർ. ഹെക്ടർ എന്ന് പറയുന്ന വാഹനം കേരളത്തിലെ വാഹന വിപണിയിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ തന്നെ അതിനെക്കുറിച്ച് അറിയാനും അതിൻ്റെ ഫീച്ചേഴ്സുകൾ അറിയാനും അതിൻ്റെ ഓരോ പ്രത്യേകതകളും അറിയാൻ എന്തൂസിയാസ്റ്റുകൾ ഇങ്ങനെ പിന്നാലെ നടക്കുകയായിരുന്നു. അവർക്കിടയിലേക്കാണ് കഴിഞ്ഞ മാസങ്ങളിൽ ആ ഒരു സന്തോഷ വാർത്ത വന്നത്, MG കേരളത്തിലും എത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മോറിസ് ഗ്യാരേജിൻ്റെ MG ഹെക്ടർ എന്ന് പറയുന്ന മോഡലിനെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മോറിസ് ഗ്യാരേജിൻ്റെ ഹെക്ടർ, MG ഹെക്ടർ എന്ന് പറയുന്ന മോഡൽ. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MGയുടെ ആ ഒരു ലോഗോ തന്നെയാണ്. അതിനോട് ചാരിയിട്ട് സാധാരണ നമ്മൾ വണ്ടിയിൽ കണ്ടുവരുന്നത് പോലെ തന്നെ ഗ്രില്ലിൻ്റെ സെൻട്രലായിട്ട് MGയുടെ ലോഗോ. ഈ MGയുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുള്ളത് ആൻറ്റി തെഫ്റ്റ് ആയിട്ടാണ്. ആർക്കും അങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലാണിത് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ക്യാമറയുണ്ട്. ഈ ക്യാമറയുടെ പേർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ സ്കിഡ് പ്ലേറ്റിനോടും ഇതിനോടൊക്കെ ഇതായിട്ടൊരു ക്രോം എലമെൻറ്റ് ഫുള്ളിങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിലൊരു വ്യൂവിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ഫീൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് DRL കം ഇൻഡിക്കേറ്ററാണ്, ഒരു ഫ്ലോട്ടിംഗ് ഇൻഡിക്കേറ്ററാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡേ ടൈമിൽ ഇത് റണ്ണിങ് ലാമ്പായിട്ടും വർക്ക് ചെയ്യും. തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഹെഡ് ലാമ്പ്, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, അതിന് തൊട്ട് താഴെ ഫോഗ് ലൈറ്റ്. ഈ ഫോഗ് ലൈറ്റിനും ഈ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പിനും ഒക്കെ ഒരു ക്രോം എലമെൻറ്റിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഒരു C ടൈപ്പിൽ കണ്ടോ, ഇവിടെ നമുക്ക് ഒരു C ടൈപ്പ് ഇത് കാണാം. അതേപോലെ തന്നെ ഇതിനുള്ളിലുണ്ടോ ഹെഡ് ലൈറ്റിനോട് ചാരിയിട്ടും അത്തരത്തിലൊരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു സെറ്റായിട്ട് നമുക്ക് കാണുന്ന സമയത്ത് ഫൈറ്റർ ജെറ്റിൻ്റെ അതിൽ നിന്നുള്ളൊരു അഡോപ്റ്റേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ MG ഹെക്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഈ 360 ഡിഗ്രി ഇതിൻ്റെ സെൻസേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ സെൻസർ ഉണ്ട്, അതേപോലെ തന്നെ സൈഡിലും ഇതിന് സെൻസർ ഉണ്ട്. നമ്മൾ സൈഡ് ഭാഗം നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ മറ്റു വണ്ടികളിൽ കണ്ടുവരാത്ത ചില പ്രത്യേകതകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത്രയുമാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഫ്രണ്ടിലൊരു ക്യാമറയുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടാണ്. MG ഹെക്ടർ ടോട്ടൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4655 മീറ്റർ നീളമാണ്. അതായത് ഇന്നോവയിനേക്കാളും ഒരു 5 സെൻറ്റിമീറ്ററോളം കുറവുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് വലിയൊരു ഫീല് തോന്നുന്നുണ്ട്. ഇന്നോവൻ്റെ ഏകദേശം ഒക്കെ ഒരു വലുപ്പം തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ 1.7 മീറ്റർ ഹൈറ്റും ഉണ്ട് ഇതിന്. $14 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ഓൺ റോഡ് പ്രൈസ്
വരാൻ സാധ്യതയുണ്ട്. റേറ്റ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് ശരിക്കും കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിലാണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരാൻ സാധ്യതയുള്ളത്. പിന്നെ MG ഹെക്ടറിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളും ഡീസലിലും ഇത് അവൈലബിൾ ആണ്. പെട്രോളിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് എൻജിൻ സിസ്റ്റവും വരുന്നുണ്ട്. പിന്നെ ഇത് 4 വേരിയൻറ്റുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ 4 വേരിയൻറ്റുകൾ സ്റ്റൈല്, സൂപ്പർ, സ്മാർട്ട്, ഷാർപ്പ് എന്നിങ്ങനെ 4 വേരിയൻറ്റുകളായിട്ട് ഇത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 5 കളറുകളുണ്ട്: റെഡ്, സിൽവർ, വൈറ്റ്, ബ്ലാക്ക്, അതുപോലെ തന്നെ ബർഗണ്ടി റെഡ്. ഇങ്ങനെ 5 കളറിൽ MG ഹെക്ടർ ഇപ്പോൾ അവൈലബിൾ ആണ്. 1600 കിലോ ആണ് ഇതിൻ്റെ ടോട്ടൽ കർബ് വെയ്റ്റ്. 1092 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ വീലിലേക്ക് വരുന്ന സമയത്ത് ഡ്യുവൽ ടോൺ മെഷീൻഡ് 17 ഇഞ്ച് അലോയ് വീൽസാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റീൽ വീലിൻ്റെ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അലോയ് വീലിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫീൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയൊരു വണ്ടിക്ക് ആ ഒരു ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റണ്ണിങ് ബോർഡിലേക്ക് വരുന്ന സമയത്ത് മോറിസ് ഗാരേജ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ പേര് ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, മോറിസ് ഗാരേജ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു ഹൈലൈറ്റായിട്ട് എടുത്ത് കാണിക്കുന്നൊന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും രസമുണ്ട് കാണാൻ. ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മളുടെ മിററുണ്ട്. ഇത് ഫോൾഡബിൾ ആണ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി കൺട്രോളബിൾ ആണ്, അതോടൊപ്പം തന്നെ ഹീറ്റബിൾ ആണ്. അതായത് ഒരു മഴയൊക്കെ പെയ്ത് ഈ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഒഴിവാക്കും. അതോടൊപ്പം തന്നെ ഈ മിററിൽ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററൊക്കെ ഫ്ലോട്ടിംഗ് ഇൻഡിക്കേറ്ററാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ വണ്ടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് ഈ 360 ഡിഗ്രി വ്യൂ. അതിന് കാരണം അല്ലെങ്കിൽ അത് പോസിബിളാക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ക്യാമറ കൂടി ഘടിപ്പിച്ചിട്ടുണ്ട്. അതും ഈ മിററിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഡോറിൽ ഒരു ക്രോം എലമെൻ്റ് ഉണ്ട്. അതിനോട് ചാരിയിട്ട് തന്നെയാണ് നമുക്ക് വലിയൊരു ഫീല്, അതായത് അവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് എന്ന് തോന്നിക്കാത്ത തരത്തിലാണ് ഡോർ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. MG എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്രിട്ടീഷ് നിർമ്മിത വാഹനമാണ് എങ്കിലും ഇപ്പോൾ അത് നിരത്തിലിറക്കുന്നത് ശരിക്കും ഒരു ചൈനീസ് കമ്പനിയാണ്. ഇന്ത്യയിലേക്ക് വരുന്ന MG ഹെക്ടറുകൾ പ്രധാനമായിട്ടും അസംബിൾ ചെയ്യുന്നത് ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലാണ്. ചൈനീസ് കമ്പനി ആയിട്ടുള്ള സായിക് മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ MG ഹെക്ടർ നിലവിലുള്ളത്. പിന്നെ വണ്ടിയുടെ ലൈറ്റുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ DRL, അതുപോലെ തന്നെ റിയർ ലൈറ്റുകൾ എല്ലാം തന്നെ LED-യിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് കുറച്ചും കൂടി ഒരു പ്രകാശം തരാനും ഇതിനൊക്കെ കാരണമാകും. ഇതിൻ്റെ സൈഡിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരു വേരിയൻറ്റുകളിലും അല്ലെങ്കിൽ മറ്റുള്ള ഒരു മോഡലുകളിലും നമ്മൾ കാണാത്ത ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ B പില്ലറിൻ്റെ അകത്ത് ഒരു സ്റ്റീൽ ഹോട്ട് സ്റ്റാമ്പിംഗ് കൂടിയുണ്ട്. അത് ഇവിടെ ഈ ഭാഗത്തായിട്ട് ചെയ്തിട്ടുള്ളത് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എന്തെങ്കിലും ഒരു അപകട സാധ്യതയിൽ, അതായത് ഈ ഭാഗത്തുനിന്ന് വന്ന് വണ്ടി ഇടിക്കുകയോ അല്ലെങ്കിൽ വണ്ടി തലകുത്തനെ മറിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ സേഫായിട്ട് നിൽക്കും എന്നുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട്. മാത്രമല്ല വണ്ടിയുടെ ഡോറ് ഒക്കെ നമ്മൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഫീലാവും. വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്, നല്ല കനമുണ്ട്, ഫുള്ളി സ്റ്റീലിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സെക്യൂരിറ്റി കുറച്ച് കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പേരിൽ വണ്ടിയുടെ പാർട്സുകൾ കുറച്ചുകൂടി കനമുള്ള ടൈപ്പാണ്. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ റിയർ സ്റ്റോപ്പ് ബ്രേക്ക്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒറ്റ മൊഡ്യൂളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ വൈറ്റ് കാണുന്ന ഭാഗമാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ. അത് ഫ്ലോട്ടിംഗ് ഇൻഡിക്കേറ്റേഴ്സാണ്. അതുപോലെ തന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ശരിക്കും ഒരു ഡമ്മി പീസാണ്. ഇൻഡിക്കേറ്ററിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലൈറ്റിൻ്റെയോ ഭാഗമല്ല. പിന്നെ നമ്മുടെ ബാഡ്ജിങ്, ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പൂർണ്ണമായിട്ടും ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഒരു വണ്ടിയാണ്. റിലയൻസ് ആണ് ഇതിന് ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഫുൾ ടൈം ഒരു എയർടെൽ സിം ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് കൂടിയുണ്ട്. ഇത് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് പറയാം. അതുപോലെ തന്നെ ഹെക്ടറിൻ്റെ ബാഡ്ജിങ്. ഇനി MG ലോഗോയുടെ തൊട്ട് താഴെയായിട്ട് ഇവിടെ നമ്മുടെ റിയർ ക്യാമറ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള സ്ഥലം. ഇനി താഴെ സ്കിഡ് പ്ലേറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ട്. അതിന് താഴെ ഒരു സ്റ്റീൽ എക്സോസ്റ്റ് സ്റ്റീലിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ. മൊത്തത്തിൽ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രയൊക്കെയാണ് MG ഹെക്ടറിൻ്റെ ബാക്ക് ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്.
ഇനി മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഷാർക്ക് ഫിൻ ഉണ്ട് മുകളിൽ. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ബ്രേക്ക് ലൈറ്റ്, അതോടൊപ്പം തന്നെ ഒരു റിയർ വൈപ്പർ. ഇത്രയാണ് ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കുള്ളത്. ഇനി മുകൾ ഭാഗത്തു നിന്ന് നോക്കുന്ന സമയത്ത് ഒരു റൂഫ് റെയിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സൺ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു വണ്ടിയിലും കണ്ടുവരാത്ത, ഈ ഒരു സീരീസിലുള്ള ഒരു വണ്ടിയിലും കാണാത്ത തരത്തിൽ വലിയ ഒരു വ്യൂ തരുന്ന ഒരു പാനോരമിക് സൺ റൂഫാണ് MG ഹെക്ടറിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മോറിസ് ഗാരേജ് എന്ന് പറയുന്ന അത്രയും പഴമയും പ്രൗഢിയുമുള്ള ഈ കമ്പനി MG ഹെക്ടർ എന്ന മോഡലുമായിട്ട് പുതുതായിട്ട് വീണ്ടും നമ്മുടെ വാഹന വിപണിയിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് ഒരുക്കിയിട്ടുള്ള ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് നമ്മൾ ചുറ്റും 360 ഡിഗ്രിയിൽ നടന്ന് നോക്കുമ്പോഴുള്ള പ്രത്യേകതകൾ. അപ്പോൾ ഇനി ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ലൈറ്റൊക്കെ വന്ന് സിംഗിൾ ടച്ചിനകത്ത്, അതായത് ഒറ്റ ബട്ടൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ടെയിൽ ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 587 ലിറ്റർ ബൂട്ട് സ്പേസാണ് നമുക്ക് MG ഹെക്ടറിൻ്റെ അകത്ത് വരുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം, ഇവിടെ പൊന്നിച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെപ്പിനി ഇല്ല, പകരം നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ടെക്നോളജിയും കൂടി മിക്സ് ചെയ്ത് വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടിയുണ്ട്. ഇനി ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിച്ച് ഇതിനോട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്കിനോട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ പാർസൽ ട്രേ ഉണ്ട്, അത് ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി. പിന്നെ ഇനി ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി പറയുകയാണെന്ന് വെച്ചാൽ ഈ സീറ്റുകൾ, നമ്മുടെ ബാക്കിലുള്ള സീറ്റുകൾ അഡ്ജസ്റ്റബിൾ ആണ്. അത് ഒന്നുകൂടി ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000 ലിറ്ററോളം നമുക്കിത് ബൂട്ട് സ്പേസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ വെന്യൂലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ബൂട്ട് സ്പേസ് ലൈറ്റ് ഉണ്ട്. അത് ഇപ്പോൾ ഒരുപാട് വണ്ടികളിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ഈ ബൂട്ട് സ്പേസും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഡോറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ലെവലിൽ, അതായത് 6 ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ബാക്കിലെ സീറ്റിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരാളാണ്, 6 അടി. പക്ഷേ എന്നെപ്പോലെ ഹൈറ്റുള്ള ഒരാളായിക്കൊള്ളുന്നില്ലല്ലോ ഈ കാർ എപ്പോഴും ഉപയോഗിക്കുന്നത്. മാത്രമല്ല അതൊരു SUV ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഈ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഇനി ഇതിൻ്റെ ബട്ടൺ ഞാൻ പറഞ്ഞു ഒറ്റ സിംഗിൾ സ്വിച്ചിൽ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇവിടെ ഇതാക്കി കഴിഞ്ഞാൽ ഈ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഒരാൾക്ക് എത്ര ഹൈറ്റ് ഇല്ല, കുറച്ച് ഹൈറ്റ് കുറവാണ്, ആ ആൾക്കാർക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബൂട്ട് സ്പേസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരു അഡ്ജസ്റ്റിൽ നിർത്തി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രണ്ടിൽ കൺട്രോൾ ചെയ്യാം. അത് അവിടെ എത്തുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ ഭാഗം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ടെയിൽ ഗേറ്റിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 1 സ്വിച്ച് കൺട്രോളാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ സ്വിച്ചിൽ തന്നെ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്തും ക്ലോസ് ആക്കുന്ന സമയത്തും ഒക്കെ ഉണ്ട് ആ ഒരു ഫ്ലോട്ടിംഗ് ലൈറ്റ് എപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ, കുഴപ്പമില്ല. ഇതിനകത്ത് വന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സേഫ്റ്റി ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ടെയിൽ ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞു, സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഈ ബൂട്ട് സ്പേസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇതിൻ്റെ കൺട്രോൾ. അതായത് ഇപ്പോൾ ഈ ടെയിൽ ഗേറ്റ് ഞാൻ പറഞ്ഞു 1 സ്വിച്ച് കൺട്രോളാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് നിന്നും കൺട്രോൾ ചെയ്യാം. ഇത് ഡ്രൈവറുടെ സീറ്റിനകത്ത് ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കിടക്കുന്ന സമയത്ത് അതുകൂടി പരിചയപ്പെടാം. അപ്പോൾ ഉള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു സെറ്റപ്പ് കൂടി ഇതിനുള്ള സമയത്ത് ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും തന്നെ ബാക്കിൽ നിന്നിട്ട് ഇതിൽ സാധനങ്ങൾ എടുക്കുകയോ വെക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുന്നിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ ഡ്രൈവർ ബൂട്ട് സ്പേസ് അടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിച്ചാൽ നമ്മളുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മളോ ഒക്കെ ഇതിനകത്ത് പെടാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേദന ഉണ്ടാവാനോ അല്ലെങ്കിൽ കയ്യിലെന്തെങ്കിലും പറ്റാനോ ഒക്കെ സാധ്യതയുണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് MG ഹെക്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവർ അവിടുന്ന് ക്ലോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയിൽ ഗേറ്റ് താന്നു വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കണം നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേഹത്ത് വന്ന് തട്ടി ഉടനെ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പോയി. ഇവിടെ സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിശ്ചിത അളവിൽ കൂടുതൽ ഒരു ടോർക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഡോറ് മുകളിലേക്ക് പോവുകയും ആ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ ഈ സെഗ്മെൻറ്റിൻ്റെ അകത്ത് ഇതുവരെ വന്നിട്ടില്ല. MG ഹെക്ടർ ആദ്യമായിട്ട് ഈ സെഗ്മെൻറ്റിൻ്റെ അകത്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലീൻ ആൻഡ് അടിപൊളി
ടെക്നോളജി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറും കൂടി ഈ ഒരു സീരീസിനകത്തൊന്നും നമ്മൾ കാണാത്ത ഒരു കിടിലൻ ഫീച്ചർ കൂടി പരിചയപ്പെടുത്താം. അത് വെച്ചാൽ ഇപ്പോൾ ഞാൻ വണ്ടിയുടെ ഹസാർഡ് ലൈറ്റ് ഓണാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഫ്ലോട്ടിംഗ് ലൈറ്റുകളാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഷോപ്പിംഗ് മോളിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ടോ റോഡ് സൈഡിലോ ഒക്കെ സാധാരണ നമ്മൾ ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ടെമ്പററി പാർക്കിങ്ങിൻ്റെ കേസിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള കേസിലൊക്കെ വരാറുണ്ട്. നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കേണ്ടി വന്നു. അപ്പോൾ പാർക്കിങ്ങിൽ നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇപ്പോൾ സാധനങ്ങൾ ഇതിനകത്ത് കയറ്റി വെക്കാനോ അല്ല എങ്കിൽ ഇനിയിപ്പോൾ മെയിൻ്റനൻസിന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ടൂൾ ബോക്സ് എടുക്കാനോ ഒക്കെ വേണ്ടി നമുക്ക് ഈ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ബൂട്ട് സ്പേസിലേക്ക് എൻട്രി ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ടെയിൽ ഗേറ്റ് ഓപ്പൺ ആക്കണം. അപ്പോൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെയിൽ ഗേറ്റിനകത്താണ് ഈ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. കാണാം, നമുക്ക് കാണാം ബ്രേക്ക് ലൈറ്റും ഒക്കെ നമ്മൾ ഈ ടെയിൽ ഗേറ്റിനകത്താണുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ വ്യൂ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് പ്രശ്നം. അതിന് വേണ്ടിയിട്ട് MG ഹെക്ടർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ഫീച്ചർ എന്നുള്ളത് നമുക്ക് ആദ്യം നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞാൻ ഈ ടെയിൽ ഗേറ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹസാർഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ടെയിൽ ഗേറ്റ് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കുന്ന സമയത്തുണ്ടോ സംഭവിക്കുന്നത്, അതുവരെ താഴത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ആ ഇൻഡിക്കേറ്ററിൽ ഉണ്ടായിരുന്ന ഹസാർഡ് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു, താഴ്ഭാഗത്തേക്ക് മാറി. നേരത്തെ ഇത് ക്ലോസ് ചെയ്ത സമയത്ത് അവിടെ അങ്ങനെ ഒരു ഹസാർഡ് ലൈറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും ഇത് ക്ലോസ് ചെയ്യാണ്. പതുക്കെ വന്ന് അടയുന്ന സമയത്ത് നോക്കാം. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഹസാർഡ് ലൈറ്റ് വർക്ക് ചെയ്യാൻ താഴെയാണ്. ക്ലോസ് ചെയ്ത് ലോക്കായ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു, ഹസാർഡ് ലൈറ്റ് വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അതും ഒരു കിഡിലൻ ഫീച്ചർ. ടെയിൽ ഗേറ്റിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ഫീച്ചേഴ്സൊന്നും വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല. അടിപൊളി. ഇനി നമുക്ക് ഫ്രണ്ട് ഡോർ തുറന്നിട്ട് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരാം. ഓക്കെ, ഡോറ് നോക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ കണ്ടുവരുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള പവർ വിൻഡോ കൺട്രോളും കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ഒരു ചെറിയ ലെതർ ഇൻസേർട്ട് ഈ നമ്മളെ കൈയൊക്കെ വെക്കുന്ന റെസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചളിയൊക്കെ പിടിക്കാതിരിക്കാൻ കുറച്ചുകൂടി നല്ലൊരു സംഭവമാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള സ്പീക്കർ എന്ന് പറയുന്നത് ഹർമാൻ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സ്പീക്കറാണ്. കുറച്ചും കൂടി നല്ല ഒരു പെർഫോമൻസ് നമുക്കിതിനകത്ത് കയറി എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഡോറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനുള്ള ഒരു ഫെസിലിറ്റി. ഈ ലെതർ ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ലെതർ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്മൾ സാധാരണ ഈ പവർ വിൻഡോ കൺട്രോളിന് ഇങ്ങനെ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റി ഇതിനകത്ത് മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു അലുമിനിയം ബ്രഷ്ഡ് ഇൻസേർട്ട് കൂടി ഇതിനകത്തുണ്ട്, ഡോർ ഓപ്പൺ ചെയ്യുന്ന നോബും കാര്യങ്ങളൊക്കെ. പിന്നെ അതിനോട് ചാരിയിട്ട് തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഈ ഡോറ് കാണുന്ന സമയത്ത് ഒരു റിച്ച് ഫീൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഡോറുകളൊക്കെ ഭയങ്കര വെയിറ്റാണ്. അത് നമുക്ക് തുറക്കുന്ന സമയത്ത് തന്നെ ഫീൽ ചെയ്യും. സെക്യൂരിറ്റി കുറച്ചും കൂടി കൂടുതൽ മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, അധികം മോഡലുകളിലൊന്നും നമ്മൾ കാണാത്ത തരത്തിൽ ഒരു ആംബിയൻ ലൈറ്റ് കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, 8 കളറുകളിൽ ഈ ആംബിയൻ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലുണ്ട്. നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഓരോന്നായിട്ട് കാണാൻ പറ്റും. ഇനി ഇതാണ് നമ്മളുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് നമുക്ക് മൊത്തത്തിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ AC വെൻറ്റിലേക്ക് വരുന്ന സമയത്തൊക്കെ അത് നമുക്ക് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്കത് കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ലെതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻമെയ്ഡ് ലെതറുകളാണ്. ഒക്കെ സ്റ്റിച്ചറാണ്, നമുക്ക് കാണാൻ പറ്റും. ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിച്ച് ഫീല് ആ സീറ്റുകൾക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരു പ്രത്യേക തരത്തിലാണ് ഈ സീറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇനി ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്തും ഇവിടെയൊക്കെ ഒരു ലെതർ ഇൻസേർട്ട് കാണാം. നമുക്ക് ഈ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ലെതർ ഇൻസേർട്ടുകൾ ഇവിടെയൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ കൈ തട്ടിയിട്ട് അഴുക്ക് പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മളിപ്പോൾ സാധാരണ വണ്ടിയിലുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അവിടെ ചളിയാവാത്തൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഈ MG ഹെക്ടറിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ സാധാരണ കൈ തട്ടിയിട്ട് ചളി കൂടുതൽ വരാനുള്ള ഒരു സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ആ ഒരു ലെതർ ഫിനിഷ് കൂടി കൊണ്ടുവരാൻ MG ഹെക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് സ്റ്റിയറിങ്, 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിങ്ങിൻ്റെ അകത്ത് ക്രൂയിസ് കൺട്രോൾ, അത്തരത്തിലുള്ള സൗണ്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ ഹോണ് ഉണ്ടോ,
നല്ല അടിപൊളി ഹോണാണ്, കുഴപ്പമില്ല, ഉഷാറാണ്. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മളുടെ മിറർ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, ബട്ടൺ നിൽക്കുന്ന സമയത്ത് മിറർ ഫോൾഡ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മളുടെ ടെയിൽ ഗേറ്റ് ഉണ്ടോ, ബട്ടൺ നിൽക്കിയ സമയത്ത് ബാക്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി. വീണ്ടും നോക്കി ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ചെയ്തു. അത് നല്ലൊരു ടെക്നോളജിയാണ്. അത് എങ്ങനെയൊക്കെ 6 സ്റ്റേജിൽ നിൽക്കും, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നിൽക്കും, അതിൻ്റെ എമർജൻസി കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു വോൾവോയിലൊക്കെ ഇത്തരത്തിലുണ്ട്. അതുപോലെ തന്നെ വേറെയും ഏതൊക്കെ ഒന്ന് കുറഞ്ഞ വണ്ടികളിൽ മാത്രമുള്ള തരത്തിലൊരു വലിയ ഡിസ്പ്ലേ 10.4 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഐസ്മാർട്ട് ടെക്നോളജിയാണ്. ഒരുപാട് ഫീച്ചേഴ്സ്, 100ഓളം ഫീച്ചറുകൾ. നമ്മൾ വെടി പറഞ്ഞപ്പോൾ 30 അധികം ഫീച്ചർ എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇതിൽ 100ഓളം ഫീച്ചറുകളുള്ള ഒരു കിഡിലൻ ഡിസ്പ്ലേ ആണ് നമുക്ക് MG ഹെക്ടറിൻ്റെ അകത്തുള്ളത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എയർടെൽ സിമ്മ് ഇതിനോട് ഇൻസേർട്ടാണ്. അപ്പോൾ നമുക്ക് മൊബൈൽ വഴി AC ഓൺ ചെയ്യാം, ലൈറ്റ് ഓൺ ചെയ്യാം, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 7 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്. സാധാരണ ഇവിടെയാണ് 7 ഇഞ്ച് ഡിസ്പ്ലേ നമ്മൾ മറ്റു വണ്ടികളിൽ കണ്ടിട്ടുള്ളത്, പക്ഷേ ഇതിനകത്ത് ഡ്രൈവിങ്ങിൻ്റെ ഭാഗത്ത് തന്നെ 7 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് തന്നെ സ്പീഡും ടയർ പ്രഷറും ട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ ഈ ഡിസ്പ്ലേൻ്റെ അകത്ത് തന്നെ കാണിക്കും. അതുകൊണ്ട് നമുക്ക് സൈഡിലേക്ക് നോക്കി ഡ്രൈവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് ഒരു കിടുക്കൻ ഫീച്ചർ തന്നെയാണ്. ഇവിടെ ഒരു ഇൻഫിനിറ്റി സൗണ്ട് സിസ്റ്റം ഉണ്ട്. പിന്നെ എയർ ബാഗിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗുകൾ വണ്ടിയുടെ പല ഭാഗത്തായിട്ട് ഈ വണ്ടിക്കകത്ത് ഉണ്ട്. പിന്നെ ഗ്ലോ ബോക്സ് ഇപ്പോൾ AC ആണ്. ഒരുവിധം വണ്ടികളിലൊക്കെ AC ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ AC ഓൺ ചെയ്യാനുള്ള ബട്ടണുകൾ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ, അതൊന്നും ഇതിനോട് ചാരിയിട്ടുണ്ടാവില്ല. അതൊക്കെ നമുക്ക് ഇവിടെയാണ് കൺട്രോൾ ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് ടച്ച് സ്ക്രീനിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് അതിൻ്റെ പവർ ബട്ടൺ കാര്യങ്ങൾ. തൊട്ട് താഴെ നമുക്കൊരു ചാർജർ, USB ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ USB കേബിൾ ഉണ്ട്, 2 USB പോർട്ടുകളുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് 6 ഗിയർ ട്രാൻസ്മിഷനാണ്. ഓക്കെ, മുകളിലേക്കാണ് ഇതിൻ്റെ റിവേഴ്സ് വരുന്നത്. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒരു ബട്ടൺ ഉണ്ട്. ആംബിയൻസ് ലൈറ്റ് വരുന്ന മറ്റൊരു ഏരിയ ആണ് നമ്മളുടെ ചായക്കപ്പും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഈ ഒരു സ്പേസ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8 കളേഴ്സായിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിനോട് ഇവിടെയുള്ള ബട്ടൺ എന്ന് പറഞ്ഞാൽ പാർക്ക് അസിസ്റ്റൻസ് ബട്ടൺ. പിന്നെ ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, 360 വ്യൂ ആണ് വണ്ടിക്ക് എപ്പോഴും ഉള്ളത്. ഓക്കെ, ഇതിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. നമുക്ക് വേണമെങ്കിൽ ബാക്ക് വ്യൂ ആക്കാം. അതേപോലെ തന്നെ സൈഡ് വ്യൂ, നമ്മുടെ മിററിൽ നിന്നുള്ള വ്യൂ, അത് നമുക്ക് ഏത് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അത് നമ്മളുടെ ടോപ്പ് വ്യൂ, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആ തരത്തിലുള്ള തന്നെയാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് ഫോർവേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ ഇഷ്ടം അനുസരിച്ച് മാറ്റാം. ഇതിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാം. ഈ ഒരു ഡിസ്പ്ലേയുടെ അകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു 100ഓളം ഫെസിലിറ്റീസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇനി നമ്മുടെ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് മിററാണ്. മിററിൻ്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് അല്ല. നമ്മുടെ ഡേ ലൈറ്റ് എന്നുള്ളത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം, അത് ഓട്ടോമാറ്റിക് അല്ല. അതൊരു പ്രശ്നം കണ്ടു. പക്ഷേ എന്നിരുന്നാലും വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലുണ്ടോ ഇവിടെ ഒരു USB ചാർജർ ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ് ക്യാമറ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ GoPro ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചാർജ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നിന്നൊക്കെ കുത്തി വലിച്ച് വലിയ വയറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ്. അത് നല്ലൊരു ഫെസിലിറ്റിയാണ്. ഇത് നമ്മളുടെ ലൈറ്റ്. അതേപോലെ തന്നെ നമുക്ക് കാണാം ഇവിടെ സൈഡിൽ ഒരു റീഡിങ് ലൈറ്റ് ഉണ്ട്. ബാക്കിൽ ഹെഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനിറ്റി മിറേഴ്സ് വിത്ത് ലൈറ്റ് രണ്ടിലുണ്ട്. വാനിറ്റി മിറേഴ്സ് രണ്ടിലും വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലും വന്നിട്ടുണ്ട്, ഡ്രൈവറുടെ സൈഡ് സീറ്റിലും ഈ ഒരു ഫെസിലിറ്റി വന്നിട്ടുണ്ട്. അത് ചില വണ്ടികളിൽ ഇപ്പം ഡ്രൈവർ സൈഡിൽ വരുന്നില്ല തോന്നുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകത ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രധാനപ്പെട്ട കുഞ്ഞു ടിപ്സുകളൊക്കെ പറഞ്ഞു. ഇനി ഒരു കിഡിലൻ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഐസ്മാർട്ട് ടെക്നോളജിൻ്റെ അകത്തുള്ള ഒരു കിഡിലൻ സംഭവം ഞാൻ പറയാം. ഹലോ MG. Hi, how can I help? ഓപ്പൺ സൺറൂഫ്. ആണോ, എൻ്റെ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്തു. സൺറൂഫ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി. ഇനി അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഹലോ MG. Yes. ക്ലോസ് സൺറൂഫ്.
അടിപൊളി, ഒരു രക്ഷയില്ല മക്കളെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഇത് വേണം ഓപ്പൺ സൺറൂഫ് എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് വേറെ കാര്യം പറയാം. ഹലോ എം ജി, I'm listening. I want to see the sky. എനിക്ക് ആകാശം കാണണം എന്ന് പറഞ്ഞപ്പോൾ സംഭവം ഓപ്പണായി. അടിപൊളി. ക്ലോസ് സൺറൂഫ്. അടിപൊളി, സംഭവം ക്ലോസ് ആയി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ വോയിസ് റെക്കഗ്നൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആൻസെൻറ്റും അത് ഇതിങ്ങനെ ക്യാച്ച് ചെയ്തുകൊണ്ട് സ്വയം അപ്ഡേറ്റ് ചെയ്ത് അവസാനം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു വണ്ടിയായിട്ട് മാറും എന്നുള്ളതാണ് എം ജിയുടെ ഒരു കിടിലൻ ഫീച്ചർ. അത് ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഞാനാകെ 10 മിനിറ്റ് ഈ വണ്ടിൻ്റെ അകത്തിരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇത് റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി. കിടിലൻ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇനി ഈ സൺറൂഫ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനൊരു പ്രത്യേകത, സൺറൂഫിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പാനോരമിക് ആണ്, 360 ആണ്. ഇവിടം വരെ ഇത് ഓപ്പൺ ആവും. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ആക്കാം കേട്ടോ. ഇവിടം വരെയാണ് ഈ സൺറൂഫ് ഓപ്പൺ ആവുക. ഇനി അവിടുന്ന് ബാക്കിലേക്ക് നമുക്ക് വ്യൂ ഉണ്ടാവും. പക്ഷേ ഉണ്ടോ, ബാക്കിലേക്കും നമുക്ക് വ്യൂ കിട്ടും. പക്ഷേ ഓപ്പൺ ആവില്ല. ഫുള്ളായിട്ട് നമുക്ക് ഒരു 360 ഡിഗ്രി വ്യൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. കാരണം കണ്ടോ, ഇത്രയും വലിയൊരു സൺറൂഫ് ഉണ്ടാകുന്ന സമയത്ത് പകല് ആകാശം കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. സൺറൂഫിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി ഇൻബിൽട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സൗണ്ട് റെക്കഗ്നൈസേഷൻ സിസ്റ്റം പൊളി. ഇത് ഉപയോഗിച്ചിട്ടേ ഈ സൺറൂഫ് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഹലോ എം ജി, Hi, how can I help? പ്ലേ മ്യൂസിക്. ഉണ്ടോ, മ്യൂസിക് ഓപ്പൺ ആയിട്ട് വന്നു. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ്, അതായത് ഇതിൻ്റെ മൊത്തം ഫീച്ചേഴ്സ് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്കിലേക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് നമുക്കൊരു പവർ കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി കൂടിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്ക് സ്പേസിലേക്ക് നോക്കാം. പുതിയ കാലത്ത് വണ്ടികളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി ഫീച്ചേഴ്സുകളും എം ജി ഹെക്ടർ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. 6 എയർ ബാഗ് ഉണ്ട്, ചിൽഡ്രൻ സീറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോള്, ABS, EBD, അങ്ങനെയുള്ള ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, ഇത്തരത്തിലുള്ള എല്ലാ സെക്യൂരിറ്റി ഫീച്ചേഴ്സുകളും എം ജി ഹെക്ടർ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. ഇത്രയും അധികം പുതിയ ടെക്നോളജികൾ ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്തും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലും യാതൊരുവിധ കോംപ്രമൈസും എം ജി ഹെക്ടർ വരുത്തിയിട്ടില്ല. അതൊരു നല്ല ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സ്പേസിലേക്ക് നോക്കുന്ന സമയത്ത്, ഒരു ബാക്കിലെ ഡോറിലേക്ക് വരുന്ന സമയത്ത് ആംബിയൻസ് ലൈറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പിയാനോ ബ്ലാക്ക് കോട്ടിങ്, ഇൻഫിനിറ്റി സ്പീക്കേഴ്സ് കാര്യങ്ങൾ, പവർ വിൻഡോ കൺട്രോള്, ബോട്ടിൽ ഹോൾഡർ. പിന്നെ ബാക്കിലെ സ്പേസിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ എല്ലാ വണ്ടികളും റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഞാൻ 6 അടി ഹൈറ്റുള്ള ഒരാളാണ്, 6 അടി ഉയരമുണ്ട് എനിക്ക്. ഞാൻ ഈ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ലെഗ് സ്പേസ് നോക്കും, ഇത്രയും സ്പേസ് ഇനിയും ബാക്കിയാണ്. ഇതിപ്പോൾ ഈ സീറ്റ് ഏറ്റവും ബാക്കിൽ, ഞാൻ അപ്പോൾ നേരത്തെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്താണ്. എന്നിരുന്നാലും ഇതിനകത്ത് അപാര സ്പേസാണ്. അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാൻ 6 അടിയുള്ള ഒരാളായതുകൊണ്ട് നോക്കും, എനിക്കിരിക്കുമ്പോൾ കേട്ടോ ഇത്രയും സ്പേസ് ബാക്കിയുണ്ട്. ഓക്കെ, ഒരു ചാണ്ട് അടുത്ത് നിയർ അത്രയും സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഡ്രൈവറുടെ സീറ്റിന് പിറകിൽ നമുക്ക് ട്രേ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വെക്കാനുള്ളതുണ്ട്. ബാക്കിൽ 2 AC വെൻറ്റുകളുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നമുക്കുണ്ട്. ഒരു ചാർജിങ് USB പോർട്ട് ഇതിനോട് ചാരിയിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഈ സീറ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മാൻമെയ്ഡ് സ്റ്റിച്ചഡ് ലെതേഴ്സാണ്. അത് കിഡിലനാണ്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, ഹാൻഡ് റെസ്റ്റ് വിത്ത് ഗ്ലാസ് ഹോൾഡർ. പിന്നെ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് 3 ഹെഡ് റെസ്റ്റുകളുണ്ട്. സാധാരണ എല്ലായിടത്തും 2 ഹെഡ് റെസ്റ്റുകളാണ് ഉണ്ടാവുക. ഇതിൽ നോക്കുന്ന സമയത്ത് 3 ഹെഡ് റെസ്റ്റുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. അടിപൊളി, നമ്മുടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്കിതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ ബട്ടൺ.
ഒരു കാര്യം പറയാനുള്ളതെന്ന് അറിയാം, ഇതെനിക്ക് ഒറ്റയ്ക്ക് പൊന്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത്രയും വെയിറ്റാണ് ഇതിനുള്ളത്. ഓ അമ്മേ ഉണ്ടോ, ഭയങ്കര വെയിറ്റാട്ടോ ഈ ഡോറൊക്കെ, ഓരോ ഡോറുകളും. ഇതാണ് ഇതിൻ്റെ എൻജിൻ, ടെർബോ എൻജിനുണ്ടോ, MG ടെർബോ. ഇത് 3 ടൈപ്പ് എൻജിൻസ് നമുക്ക് MG ഹെക്ടർ നിലവിൽ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ്. പെട്രോളിനകത്ത് 2 ടൈപ്പ് എൻജിനുകൾ വരുന്നുണ്ട്. അതായത് ഒന്ന് പെട്രോൾ ഹൈബ്രിഡ് എൻജിനും അതേപോലെ തന്നെ നോർമൽ പെട്രോൾ എൻജിനും. രണ്ടും വരുന്നത് 1451 cc ഇൻലൈൻ 4 സിലിണ്ടർ ടർബോ ചാർജ് എൻജിനാണ് പെട്രോൾ ടെർബോയിൻ്റെ അകത്ത് വരുന്നത്. അത് ഇൻ്റർകൂൾ പെട്രോൾ ഹൈബ്രിഡ് എൻജിനാണ്. അതുപോലെ തന്നെ 143 ഹോഴ്സ് പവർ, 250 Nm ടോർക്ക്, ഒരു 15 ലിറ്റർ ആവറേജ് മൈലേജും നമുക്ക് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് പെട്രോൾ നോർമൽ എൻജിനാണ്. അത് ഹോഴ്സ് പവറും അതുപോലെ തന്നെ CCയും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു മാറ്റം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് കുറച്ച് കുറയും. ഒരു 14 വരെയാണ് നമുക്ക് ആവറേജ് കിട്ടുക 1 ലിറ്ററിന്. ഇനി അടുത്തൊരു എൻജിൻ ടൈപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ഡീസലിലാണ്. ഡീസലിൽ വരുന്നത് 2000 cc ഇൻലൈൻ 4 സിലിണ്ടർ V8 മൾട്ടിജെറ്റ് JTD എൻജിൻ, 147 ഹോഴ്സ് പവറാണ് വരുന്നത്, 350 Nm ടോർക്കും 17 ലിറ്റർ ആവറേജ് മൈലേജും നമുക്ക് ഡീസലിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അത് അടക്കാനും ഭയങ്കര ടൈറ്റാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഡോറ് പൊന്തുന്നില്ല. ഇത് വെയിറ്റ് കൂടാനുള്ളൊരു കാരണം എന്താണെന്നറിയോ, ഇത് സ്റ്റീൽ കൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റീൽ കൊണ്ടാണ് ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോറിലൊക്കെ ശരിക്കൊരു ക്രോസ് ബാറുകൾ സ്റ്റീൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ഹുഡ് അല്ലെങ്കിൽ നമ്മളുടെ ബോണറ്റ്, ഈ ബോണറ്റിന് അതുപോലെ തന്നെ ഡോറിനൊക്കെ വെയിറ്റ് കൂടാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഈ മെറ്റീരിയലുകൾ ഇങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു കാരണം, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റി തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ MG ഹെക്ടർ എന്ന് പറയുന്ന കേരളത്തിലെ വാഹന പ്രേമികൾക്കിടയിൽ അടുത്ത തരംഗമാവാൻ പോകുന്ന ഈ സാധനം ഒറ്റ നോക്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീമൻ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു വീഡിയോയിൽ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.